എനിക്ക് മനസ്സിലായില്ല. ഞാൻ സിനിമാ നടി ഡാലിയ. ഡാലിയ? സിനിമ നടിയോ? അതെ, ഞാനിപ്പോ ഫീൽഡിലേക്ക് ഇറങ്ങിയതേ ഉള്ളൂ. ഈയിടെ റിലീസായ കുളിക്കുന്ന സുന്ദരി കണ്ടോ? അതിലാരായിട്ട്? ഇന്റർവെല്ലിന് ശേഷം നായികയും കൂട്ടുകാരികളും ആറ്റിലിറങ്ങി കുളിക്കുന്ന ഒരു സീനുണ്ടല്ലോ. നായികയുടെ പിറകിൽ 5ാമതായി കുളിക്കുന്നത് ഞാനാ. ഓ, ഇത് നിങ്ങളുടെ ഭാര്യയാണോ? ഭാര്യയല്ല, പക്ഷേ ഒരു പക്ഷേയില്ല. നടക്കണം. കോൺസ്റ്റബിൾ, ദേവിപ്രസാദിനെ കൊണ്ടുവരൂ. ഇവിടെ ഒപ്പിടും. ഇവിടെ നിങ്ങളിവിടെ ഒപ്പിടും. ഇനി മേലാൽ ഇങ്ങനെയൊന്നും ഉണ്ടാകരുത്. ഇത്രയും നല്ല ഭാര്യ ഉണ്ടായിട്ടാണോ നിങ്ങൾ ഇങ്ങനെ നടക്കുന്നത്? സാർ, ഞാൻ വെക്കോ. ടാക്സി വെയിറ്റ് ചെയ്യൂ. പ്രഭേ, സത്യമായിട്ട് മനസ്സറിയാത്ത കാര്യത്തിന് എന്നെ പോലീസ് പിടികൂടിയത്. പ്രഭേ, പ്ലീസ്. ആ ഡയറക്ടർ എന്ന് പറഞ്ഞവൻ രക്ഷപ്പെടാൻ വേണ്ടി അതിനെ കരുവാക്കിയതാ. എന്റെ മണ്ടക്കേട്ടമേ, ഇനി എങ്ങനെ ഞാൻ സത്യം വിശ്വസിപ്പിക്കും? പ്രഭേ, മരിച്ചുപോയ എന്റെ അച്ഛനമ്മമാരാണ് സത്യം. നിർത്ത. നിങ്ങൾക്ക് ലജ്ജയില്ലേ മരിച്ചുവരെ പിടിച്ച് സത്യം ചെയ്യാൻ? നിങ്ങളുടെ സ്ഥിര ഇടമാണിത്. മതിയായി. നിങ്ങളുടെ ഭാര്യയെ ജീവിച്ചെനിക്ക് തൃപ്തിയായി. എന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് വേണം കണ്ടോക്ക് കൊണ്ട കൊടുക്കാൻ. അയ്യോ പ്രഭേ, അതാ പോലീസുകാരൻ. ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാണ്. അയ്യോ പോകരുത് പ്രഭേ. പ്രഭേ, നീ പോകരുത്. എന്നെ വിട്ട് നീ പോകരുത്. ദോ, നിന്റെ വയറ്റിൽ കിടക്കുന്ന നമ്മുടെ കുഞ്ഞിനാണ് ഞാൻ നിരപരാധിയാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, നിന്നാണ് മണ്ടയ്ക്കട്ട അമ്മച്ചിയാണ്. നിന്റെ വയറ്റിൽ കിടക്കുന്ന നമ്മുടെ എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്. പ്രഭേ, എനിക്കൊരപേക്ഷ മാത്രമേ ഉള്ളൂ. ഈ ജീവിതകാലത്ത് ഒരിക്കലും നീ എന്നെ വിട്ടുപിരിയരുത്. എനിക്കത് സഹിക്കാനാവില്ല. ഇല്ല രവിയേട്ട, ഇനി എന്ത് സംഭവിച്ചാലും രവിയേട്ടനെ പിരിഞ്ഞ് ജീവിക്കാൻ എനിക്ക് കഴിയില്ല. ടാക്സി അയച്ചിട്ട് വരട്ടെ. പോയിക്കോളൂ. ഒരു 10 രൂപയുടെ കൊടുത്തേ. 25 രൂപയോ? അത് കൂടുതല. അത് കൊള്ളാം. ടാക്സി വിളിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. എന്താ പ്രഭേ? ഞങ്ങൾക്ക് 25 രൂപ ആണെന്ന്. മിസ്റ്റർ, ഇതുകൂടെ കൊല്ലുന്ന ചാർജാ. അപ്പോഴേ സാറേ, ഓശാരൊന്നുമല്ല, പെണ്ണ് കേസിന് പിടിച്ച സാറിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന ചാർജാ. പ്രഭേ, രൂപ കൊടുത്തേക്ക്. നമ്മൾ എന്തിനാ ഇവരുമായി വഴക്കുണ്ടാക്കുന്നത്? നമുക്ക് അന്തസ്സൊക്കെ ഇല്ലേ? രൂപ കൊടുത്തേക്ക്. നടക്കുന്ന എന്തിനാ ദിവ്യേട്ട വല്ല നോക്കോർത്ത് വിഷമിക്കുന്നത്? എല്ലാം എന്റെ സംഗീത ഭ്രാന്ത് കൊണ്ടാണ് സംഭവിച്ചത്. എന്റെ ലക്ഷ്യത്തിലെത്തിച്ചേരാൻ പാട്ട് സാറേ, സാറിന് എന്നെ മനസ്സിലായോ? ഞാൻ ആ പ്രഭ ചേച്ചിയുടെ ഇളയമ്മയുടെ മകൾ മാലതി. കളിയാക്കാതെ. ഞങ്ങളുടെ കല്യാണ ദിവസം കണ്ടതാണെങ്കിലും മാലതി ഞാൻ മറന്നിട്ടില്ല. അപ്പൊ ആശാൻ എന്നെ മറന്നിട്ടില്ല അല്ലേ? ചലിക്കതടി. അപ്പോഴേ എന്റെ എഴുത്ത് എന്ന് കിട്ടി സാറേ? ഇന്നലെ. അപ്പൊ മുതൽ പ്രഭ കാത്തിരിപ്പ. ഇല്ലെങ്കിലേ വിവരം അറിയും. വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? പരമസുഖം. എപ്പോഴാ വരുന്നതെന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ സ്റ്റേഷനിലേക്ക് വരുമായിരുന്നു. ഈ വയറും വലിച്ചുകൊണ്ട് സ്റ്റേഷനിൽ വന്ന് കാത്തുകെട്ടി കിടക്കേണ്ടെന്ന് കരുതി തന്നെയാ കൃത്യസമയം അറിയിക്കാത്തത്. ആ, ഇന്ന് സാറിന്റെ നല്ലൊരു പാട്ട് കേൾക്കണം. പാടിയില്ലെങ്കിലേ
വിവരം അറിയും. എന്റെ മാലതി, പാട്ടും കൂത്തും ഒക്കെ പിന്നെയാവാം. നീ പോയി ഒന്ന് കുളിച്ചിട്ട് വന്ന് കാപ്പ് കുടിക്കാൻ നോക്ക്. അത് പറ്റില്ല ചേച്ചി. കുളിയും ചെപ്പും ഒക്കെ വയറ് നിറച്ച് എന്തെങ്കിലും കഴിച്ചിട്ടേ ഉള്ളൂ. എന്റെ അമ്മേ, തോറ്റു. ഇതിലൽപ്പം കുഴഞ്ഞ കേസാ. ഏയ്, ഈ ഒച്ചം ബഹളമൊക്കെ ഉള്ളൂ. ആള് പാവാ. പോട്ടെ. ഈശ്വര രക്ഷിക്കണേ. നിന്റെ ഈ പ്രകൃതം ഒന്നും ഇതേവരെ മാറിയില്ലേ? കെട്ടിക്കാൻ പ്രായമായ പെണ്ണാണ്. എന്നെ പിടിച്ചൊന്നും കെട്ടിക്കണ്ടേ? ഈശ്വരാനുഗ്രഹം കൊണ്ട് ആ സൽബുദ്ധി മാത്രം എന്റെ അച്ഛനില്ല. ദേ, നിന്റെ നാവ് കുറച്ച് നീളുന്നുണ്ട് കേട്ടോ. ആട്ടെ, നിന്റെ പ്രേമൊക്കെ ഉടൻ വരായി. ഓ, ഞാൻ അയാളെ അങ്ങ് തഴഞ്ഞു. അതെന്താ? ഓ, ഒരു മണുമണപ്പൻ. ആണിന്റെ ഒരു ഗുണവുമില്ല. പോരെങ്കി സഹിക്കാൻ വയ്യാത്ത ഒരു ആദർശം പറച്ചില്. ഹോപ്പ്ലെസ് കേസ്. ആ, ഇനി പറ, എന്തൊക്കെയാണ് ഇവിടെ എന്റെ ഡ്യൂട്ടി? നിനക്കിവിടെ ഒരു ഡ്യൂട്ടി ഇല്ല. അടങ്ങി ഒതുങ്ങി ഇരുന്നാ മതി ഇവിടെ. അത് പറ്റില്ല. ഇന്നു മുതൽ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും എന്നെ ഏൽപ്പിക്കണം. ഇല്ലെങ്കിലേ വിവരം അറിയും. ओ दुनिया के रखवाले, सुन दर्द भरे मेरे नाले, सुन दर्द भरे मेरे नाले। ओ दुनिया के रखवाले, 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 रखवाले। അപ്പോഴേ പാട്ടുകാരൻ ചേട്ടാ, രാവിലെ തുടങ്ങിയതാണല്ലോ ഈ പരിപാടി. ഇനി ഇത് കുടിച്ചിട്ടാവട്ടെ. കുടിച്ചില്ലെങ്കിലേ വിവരം അറിയും. ആ, അത് പറ്റുമല്ല. ഈ സമയത്ത് വേണം വയറ് നിറച്ച് എന്തെങ്കിലും കഴിക്കാൻ. ഒന്ന് പോടി. ആ, സാധാരണ വേണ്ട വേണ്ട, ഞാൻ കഴിച്ചോളാം. നല്ലോണം വല്ലതും കഴിച്ചില്ലെങ്കിലേ ചക്കരക്കുട്ടം വയറ്റി കിടന്ന് ഇൻകുലാബ് വിളിക്കും. അപ്പോഴേ കൊച്ചിൻ വെച്ചോ, സാറും പ്രവചിച്ച പോലെ ആയാലോ? കിളി കൊത്തുന്നത് പോലെ കിള്ളിപ്പറിച്ച് തിന്നാലൊന്നും പറ്റുകയില്ല കേട്ടോ. നന്നായി ഭക്ഷണം കഴിക്കണം. പടിയൊന്ന് പോരട്ടെ. കഴിക്കു ചേട്ടാ. എനിക്ക് മതിയായി. കഴിച്ചില്ലെങ്കിലേ വിവരം അറിയും. ഒരു വിവരം അറിയാനില്ല. എടാ, ഫിലിം ഡയറക്ടർ, നിന്റെ പണി ഇതാണോടാ? എന്റെ പൊന്നു സാറേ, എന്നെ തല്ലരുത്. സാറിന് വീടുതാന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. വഴി വെച്ച് വന്നു പോയത് സാറ്. ഏതായാലും നീ പോകേണ്ട സ്ഥലത്തേക്ക് തന്നെ നിന്നെ ഞാൻ അയക്കാം, പോലീസ് സ്റ്റേഷനിൽ. അയ്യോ, എന്റെ പൊന്നു സാറേ, എന്നെ പോലീസിൽ ഏൽപ്പിക്കരുത്. ഞാൻ എന്റെ ഗതിയോടുകൊണ്ട് തുടങ്ങിയതാണ് ഈ തൊഴില്. ഞാനും സാറിനെ പോലെ നേമം കുഞ്ഞിരാമ്പാകരുടെ കീഴിൽ സംഗീത അഭ്യസ്തവനാ. 9 കൊല്ലം. നിങ്ങൾ സംഗീതം പഠിച്ചിട്ടുണ്ടോ? പിന്നെ എന്റെ സ്വരോ അവസരാന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ആരും പാടിപ്പിക്കാറില്ല സാർ. സാറെങ്കിൽ എന്റെ പാട്ടൊന്ന് കേൾക്കണം. അപ്പൊ ശരി, ഞാൻ നാളെ വരാം. അങ്ങനെ ആവട്ടെ. നാളെ രാത്രി വരാം. വേണ്ട, പകൽ വന്നാൽ മതി.